പുണ്യങ്ങളെ മാസമാണ്. 2 മാസം മുമ്പ് തന്നെ നമ്മളോട് സൂചന തന്നു, റമദാൻ വരാനായി. ആദ്യത്തെ രാത്രി റമദാനിന്റെ വരുന്നതിന് മുമ്പ് 60 ദിവസക്കാലം നിന്നോട് വാർണിംഗ് ചെയ്യുന്നു, നിന്നോട് സൂചനകൾ തരുന്നു. പൊന്നുമോനെ, പൊന്നു രക്ഷിതാവേ, റമദാന് വരുന്നതിന് മുമ്പ് ബന്ധം നന്നാക്കിക്കോ. ആരോടും പിണങ്ങല്ല, ആരോടും ചൊടിക്കല്ല. ദുനിയാവിൽ ആരോടും ചൊടിക്കണ്ട. നിന്നോട് നീ എല്ലാവരോടും ഏകോദര സഹോദരനെ പോലെ ജീവിച്ചോ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, മനുഷ്യരെല്ലാം സഹോദരങ്ങളാണ്. കുല്ലുകും മിൻ ആദമു വആദമു മിൻ തുറാബ്, എല്ലാവരും ആദമിൽ നിന്ന് വന്നവരാണ്. ആദം മണ്ണിൽ നിന്ന് വന്നതാണ്. മനുഷ്യരെ നമ്മൾ പഠിച്ചാൽ, നമ്മുടെ ഇന്നലകൾ നമ്മൾ മനസ്സിലാക്കിയാൽ, എന്തേ അല്ലാഹു മനുഷ്യനെ മണ്ണ് കൊണ്ട് പടച്ചതെന്തിനാ? അള്ളാഹ് വേറെന്തെങ്കിലും വസ്തു കൊണ്ട് മനുഷ്യനെ പടച്ചുകൂടെ? സ്വർണം കൊണ്ട് മനുഷ്യൻ അള്ളാഹ് പടച്ചുകൂടെ? വെള്ളി കൊണ്ട് നിർമ്മിച്ചുകൂടെ മനുഷ്യനെ? മുത്തുരത്നങ്ങൾ, മാണിക്യ കല്ലുകളെ കൊണ്ട് അള്ളാഹ് മനുഷ്യനെ പടച്ചുകൂടെ? നമ്മൾക്ക് ഒരു സ്ക്വയർ ഫീറ്റിൽ 300-400 വില കൊടുക്കുന്ന വലിയ വലിയ മാർബിളിന്റെ കല്ലുകളില്ലേ? ആ കല്ലുകളെ കൊണ്ട് അള്ളാഹു മനുഷ്യനെ പടച്ചില്ലല്ലോ. മനുഷ്യനെ അള്ളാഹു പടച്ചത് എന്തിനാണ്? അള്ളാഹു പടച്ചത് മണ്ണിലാണ്. നിങ്ങൾ നോക്കൂ, അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ വീട്ടിൽ നിന്ന് ജുമുഅക്ക് വരുമ്പോ, ജുമുഅ നിസ്കാരത്തിന് വരെ കുളിച്ച് ഫ്രഷായി നല്ല ശുദ്ധമായ വസ്ത്രമിട്ട് നല്ല വെളുത്ത ഡ്രസ് ഇട്ടിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് വന്നോ. പള്ളിയിൽ ജുമുഅ കഴിഞ്ഞിട്ട് 2 മണിക്ക് പോയിട്ട് ആ ജുമുഅ കഴിഞ്ഞിട്ട് നിങ്ങൾ ഷർട്ട് മാറ്റി നോക്കുമ്പോ കോളറിലൂടെ കറുത്ത മണ്ണുകളുണ്ട്. ഇതെവിടെന്നാ? റോഡ് വരിയിലൂടെ പോകുന്ന പാറിക്കളിക്കുന്ന ധൂളുകളല്ല. പൊന്നുമോനെ, നിന്റെ ശരീരം മണ്ണാണ്. നിന്റെ ശരീരത്തിലേക്ക് വിയർപ്പാകുന്ന വെള്ളം തട്ടിയപ്പോൾ നിന്റെ ശരീരത്തിൽ നിന്ന് മാഞ്ഞി വന്ന ആ മണ്ണുകളാ നിന്റെ വെളുത്ത ഡ്രസ്സിലുള്ളത്. ഈ ശരീരം നോക്കിയിട്ടാ നീ അഹങ്കരിക്കുന്നത്. നീ മനുഷ്യ, അഹങ്കാരം വരുമ്പോ നീ ചിന്തിക്കണമെന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. ഒരു മനുഷ്യനിക്ക് അഹങ്കാരം വന്നാൽ, വെല്ലുത്തരം മേൽമത്തരം വന്നാൽ, അപ്പൊ 2 കാര്യം ചിന്തിക്കണമെന്നാണ് മഹാന്മാർ പറയുന്നത്. ഒന്നാമത്, അവൻ വന്ന വഴി ഒന്ന് മനസ്സിലാക്കണം. ഉപ്പയോട് ഒരു പുരുഷന്റെ ഗുഹ്യസ്ഥാനത്തിലൂടെ ഇന്ദ്രിയത്തുള്ളിയായി അങ്ങോട്ട് പോയവനാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക്, ഉദരത്തിലേക്ക് അങ്ങോട്ട് പോയവനാണ്. എന്നിട്ട് നേരപ്പം തന്നെ ചിന്തിക്ക്, ഞാൻ ഈ ലോകത്തേക്ക് വന്നത് ഒരു സഹോദരിയുടെ, ഒരു ഉമ്മയുടെ, ഒരു സ്ത്രീയുടെ ആ ഗുഹ്യ അവയവങ്ങളിലാണ്. അല്ലാഹു മനുഷ്യനെ പ്രസവിക്കാൻ വായ കൊണ്ട് പ്രസവിപ്പിച്ചുകൂടെ? അല്ലെങ്കിൽ പ്രസവിക്കാനായിട്ട് വേറൊരു ദ്വാരം അല്ലാഹു ഉണ്ടാക്കി കൊടുത്തുകൂടെ? ഇല്ലല്ലോ. മനുഷ്യൻ വെറുക്കുന്ന അവയവങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയപ്പോൾ, മനുഷ്യ നീ ഇത്രയേ ഉള്ളൂ, നിനക്ക് അഹങ്കാരിക്കാനൊന്നുമില്ല. നീ അഹങ്കാരിയായി നടക്കണ്ട. എല്ലാവരെയും നീ സ്നേഹിച്ചോ. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ലോകത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ കോഴിയുണ്ട്, പൂച്ചക്കുട്ടിയുണ്ട്, അതുപോലെ ആട്ടിൻകുട്ടികളുണ്ട്. എന്നാൽ ആ കോഴി കുഞ്ഞി വെച്ചാൽ, മുട്ടയിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ പിറ്റേ ദിവസം കോഴി നടക്കാൻ തുടങ്ങുന്നു. ആട്ടിന്റെ വയറ്റിൽ നിന്ന്, തള്ളയാടിന്റെ വയറിൽ നിന്ന് വന്ന കുഞ്ഞ്, അതാ ആട്ടിൻകുഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോ തള്ള ആടിനെ പോലെ നടക്കാൻ തുടങ്ങുന്നു. ലോകത്തുള്ള സകല ജീവജാലങ്ങളും അങ്ങനെ തന്നെയാണ്. പൂച്ചക്കുട്ടിക്ക്, പൂച്ച ഈ ലോകത്തേക്ക് ജന്മം നൽകിയിട്ട് ഒരു കുട്ടിക്ക് ജന്മം നൽകിയാൽ, ആ പൂച്ചയുടെ 3, 4, 5, 6 ദിവസം കഴിഞ്ഞാൽ ആ പൂച്ചക്കുട്ടിയുടെ കണ്ണ് കീറിയാൽ പിന്നെ പൂച്ചക്കുട്ടിക്ക് ഉമ്മാന്റെ ആശ്രയം നിർബന്ധമല്ലല്ലോ. എന്നാൽ മനുഷ്യരെ, ഞാൻ ഈ ലോകത്തേക്ക് വന്നിട്ട് 2 വയസ്സുകാലം എനിക്ക് നടക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ ഉമ്മയുടെ സഹായം വേണ്ടി വന്നില്ലേ? ഉമ്മയെങ്ങാനും നമ്മളെ വലിച്ചെറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുമോ? ഈ അടുത്ത് നിങ്ങൾ കണ്ടില്ലേ, കർണാടകയുടെ ഏതോ പ്രദേശത്ത് ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്ന കഥ നമ്മൾ ന്യൂസിൽ വായിച്ചതാണ്. ഒരു വേസ്റ്റ് കൂടാരത്തിലൂടെ ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നു. അങ്ങനെ ആളുകൾ
പോയി നോക്കുമ്പോൾ വെളുത്ത തുണിയിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു ചോരക്കുഞ്ഞിനെ കണ്ടു. ഉടനെ അതിനെ കൊണ്ടുപോയി സർക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു. അതിലേക്ക് വേണ്ട വ്യവസ്ഥകൾ ചെയ്തു, സംരക്ഷണം നൽകി. എന്നാൽ ആ കുട്ടിക്ക് വലിച്ചെറിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞില്ല. എന്നെ ഉമ്മ വലിച്ചെറിഞ്ഞു എന്ന് പറയാൻ കഴിഞ്ഞില്ല. അള്ളാഹു മനുഷ്യനെ ബലഹീനമായി പടച്ചു. എന്നിട്ട് 2 കൊല്ലക്കാലം ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഉമ്മയുടെ അമ്മിഞ്ഞപ്പാലല്ലാതെ നിനക്കൊരു 6 മാസക്കാലം മുലപ്പാല് കുടിക്കലല്ലാതെ നിനക്കൊന്ന് തിന്നാൻ കഴിഞ്ഞോ? വിഭവസമൃദ്ധമായ ആപ്പിൾ കൊണ്ടുവന്നാൽ നിനക്ക് തിന്നാൻ കഴിഞ്ഞോ? നിനക്ക് പല്ല് കുത്തി തരണമെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞിട്ട് 1.5 വയസ്സാകണ്ടേ? അതുവരെ നിന്റെ നോണിലൂടെ പല്ലുകളില്ല. അല്ല എന്നെ ഇങ്ങനെയാക്കി. മനുഷ്യ, നീ അഹങ്കരിക്കണ്ട മോനെ. നിന്റെ സൃഷ്ടിപ്പിത്രയേ ഉള്ളൂ. നിനക്ക് ആരുടെ സഹായമില്ലാതെ ലോകത്തേക്ക് വരാനും കഴിഞ്ഞിട്ടില്ല. ഒരാളെ സഹായമില്ലാതെ ലോകത്തിൽ നിന്ന് പോകാനും കഴിയില്ല എന്ന് തെളിയിക്കുകയാ. വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യബ്ഹഖൂന സുറൂറാ ഫജഖദി നഫ്സിക അൻ തകൂന ഇലാ ബഖൗ ഫി ഹാലി മൗതിക ലാഹികം മസ്റൂറാ. മഹാകവി പാടിയ പാട്ടാണ്, അർത്ഥവത്തായ വരികളാണ്. ചിന്തിക്കണം സഹോദരാ, ചിന്തിക്കണം ഉമ്മമാരെ, മനസ്സിലാക്കണം. വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യബ്ഹഖൂന സുറൂറാ. ഈ ലോകത്തേക്ക് കുഞ്ഞുങ്ങൾ കടന്നു വരുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും വരുന്നത് കരഞ്ഞുകൊണ്ടാണ്. പ്രസവിച്ച പാടെ ഡോക്ടർമാർ പറയുന്നു, പ്രസവിച്ച പാടെ കുട്ടി കരഞ്ഞില്ലെങ്കിൽ കുട്ടിയുടെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടെന്നാണ് ഡോക്ടർമാർ, വൈദ്യശാസ്ത്രം വിധി പറയുന്നത്. എങ്ങനെയാണ്? കുട്ടി ജനിച്ചാൽ ഉടനെ കുട്ടിക്ക് തങ്ങൾക്ക് കരയണമെന്നുള്ളതാണ് ആരോഗ്യ നിലയെങ്കിൽ. മഹാകവി പറയുന്നു, ഈ ലോകത്തേക്ക് നീ വരുമ്പോ നീ കരഞ്ഞുകൊണ്ടാ വരുന്നത്. എന്നാലോ ആളുകൾ സന്തോഷത്തോടെ ചിരിക്കാണ്. ഉപ്പ ചിരിക്കുന്നു, ഒരു കുട്ടി ജനിച്ചു എന്നുള്ള സന്തോഷത്തോടെ. ഉമ്മ ചിരിക്കുമ്മാക്ക് പ്രസവത്തിന്റെ വേദന, മരണവേദനയുടെ തൊട്ട് താഴെയുള്ളൊരു വേദനയുണ്ടെങ്കിൽ അത് മരണവേദനയാണെന്ന് ഹബീബായ നിബന്ധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ വേദനയെ മറന്നുകൊണ്ട് ആ ഉമ്മ ആ ചോര കുഞ്ഞിനെടുത്തുകൊണ്ട് ഒരു ചുംബനമർപ്പിക്കാൻ ഉമ്മ മനസ്സ് കാണിക്കുന്നത് സന്തോഷം കൊണ്ടല്ലേ? നാട്ടുകാർ, കുടുംബക്കാർ, അളിയന്മാർ, അളിയാക്കന്മാർ, പെങ്ങന്മാർ എല്ലാവരും ഹോസ്പിറ്റലിന്റെ റൂമിലൂടെ പ്രസവവാടിന്റെ പുറത്തു നിന്ന് കാത്തു നിൽക്കുന്നു. അവൾ പ്രസവിച്ചു എന്നറിഞ്ഞാൽ സന്തോഷത്തോടെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. മഹാകവി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ആ ചെറുപ്പക്കാരനോട് പറയാ, ആ ചോരക്കുഞ്ഞിനോട് പറയാ, ഇന്ന് നീ കരയുമ്പോൾ ആളുകൾ ചിരിച്ചില്ലേ? മോനെ, നിന്റെ ജീവിതത്തിന്റെ 25, 30, 40 താണ്ടിയിട്ട് ഒരു 60ാമത്തെ വയസ്സിലാണ് പാവപ്പെട്ട എന്റെ മരണമെങ്കിൽ അന്ന് എന്നെ പ്രസവിക്കപ്പെട്ടപ്പോൾ എന്റെ ജ്യേഷ്ഠന്മാർ, പെങ്ങന്മാർ അന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് മഹാകവി പറയുന്നു, ഒരു ദിവസം നിന്റെ മയ്യത്തിന്റെ മുമ്പിൽ നിന്നിട്ട് നീ മരണത്തിന്റെ സക്കറാത്തിന്റെ വേദന കടിച്ചടക്കുമ്പോൾ ആളുകളെല്ലാം കരയുന്നൊരു ഘട്ടമുണ്ട്. ഉപ്പാന്റെ മയ്യത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഇതാ മക്കള് കരയുന്നു, ഭാര്യ കരയുന്നു, കുടുംബക്കാർ കരയുന്നു, ആളുകൾ കരയുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരുപാട് ബോഡിഗാർഡുണ്ടായിരുന്നു, ഒരുപാട് സഹായത്തിന് ആളുകൾ ഉണ്ടായിരുന്നു, തെറ്റിലേക്ക് കൊണ്ടുപോയ ചങ്ങായിമാരുണ്ടായിരുന്നു. ആളുകളോട് പറഞ്ഞു, ഉസ്താദിന്റെ വേല കേട്ടിട്ടൊന്നും നീ അതിനൊന്നും വീഴണ്ട, അതിനൊന്നും നീ ബോൾഡാവണ്ട, നിനക്ക് ഞാനില്ലേ, ഞങ്ങളില്ലേ, നിങ്ങളെ വിങ്ങില്ലേ എന്ന് പറഞ്ഞിട്ട് ധൈര്യം കൊടുത്ത ചങ്ങായിമാരില്ല. കുടുംബത്തിൽ ചൊടിച്ചിട്ട് നിൽക്കുന്നവനോട് ഉസ്താദിന്റെ വേല കേട്ടിട്ട് നാളെ ഒന്ന് ശരിയാകണമെന്ന് പറയുമ്പോ ഈ ധാർമ്മിക ബോധമില്ലാത്ത പെഞ്ഞായി ഭാര്യ പറഞ്ഞു, അങ്ങനെ ശരിയാവാൻ ആവൂല, അങ്ങനെ ശരിയാവണ്ട, അങ്ങനെ ഒരു വാക്കുകൊണ്ടൊരു വയറ് കൊണ്ട് ശരിയാകുന്ന ബന്ധമല്ല, ചൊടിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ നീ അതിനെ അനുസരിച്ചിട്ട് നീ അവൾക്ക് അടിമയായി പോയാൽ പൊന്നുപോലെ മരിക്കുന്ന സമയം വരുമ്പോ
നീ അങ്ങ് കരയുകയാ, നീ നിന്റെ ആളുകളൊക്കെ കരയുകയാ, ആരാരും സഹായത്തിനില്ല. ഫജ്ഹദുരി നഫ്സിക അൻ തകൂന ഇലാ ബഖൗ ഫി ഹാലി മൗതിക അല്ലാഹികം മസ്റൂറാ. അന്ന് നീ ചിരിക്കണം, ആളുകൾ കരയുമ്പോ നീ ചിരിക്കണം. അന്ന് തുടക്കത്തിൽ നീ എന്താണെന്നറിയോ? ആളുകൾ ചിരിക്കുമ്പോ നീ കരഞ്ഞില്ലേ? ആളുകളെല്ലാം ചിരിക്കുന്ന സമയത്ത് നീ കരഞ്ഞു. മഹാകവി പറയുന്നു, അതിനങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് നിന്റെ മരണത്തിന്റെ സമയമായാൽ ആളുകളെല്ലാം കരയുന്ന സമയത്ത് നീ ചിരിക്കണം എന്നുള്ളതാണ്.